രാധമ്മ വല്ലാത്ത സങ്കടത്തില്. ഞാൻ അവിടെയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുമോ മാഡം? ഞങ്ങൾ ഈ 3 പേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായാലും അമ്മയ്ക്ക് വേദനിക്കും. പിന്നെ ശ്രീലക്ഷ്മി അമ്മയുടെ ഇളയ മോളല്ലേ. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി ആ രുക്മിണി ആന്റിയാ. അവര് പോയിസൺ ആണെന്ന് ആർക്കറിയാൻ പാടില്ലാത്തത്? ആ രവി പിള്ളങ്ങള് ഇവരുടെ അത്രയും ദുഷ്ടനല്ലായിരുന്നോ? അയാളെ ഓടിച്ചും വിട്ടു. ആ അമ്മയുടെ മകനല്ലേ ഹരീഷ്. അവരുടെ സ്വഭാവം കുറച്ചെങ്കിലും അവന് കിട്ടാതിരിക്കില്ലല്ലോ. ഏതായാലും ഞാൻ രാജുവിനെ കല്യാണം കഴിച്ചതാണല്ലോ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അല്ലെങ്കിലും ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല മാഡം. പണം പലിശയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കുന്നവരല്ലേ. ഇവരുടെയൊക്കെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജു, ഹരീഷിന് നമ്മുടെ ഈ കുടുംബത്തോടുണ്ടായ എല്ലാ അകൽച്ചയും ഞാൻ മാറ്റും. അത് എന്റെ വാശിയാ. അതുപോട്ടെ. ആ പിന്നെ ഇന്നൊരു സന്തോഷകാര്യം ഉണ്ടായി. എന്ത്? ഞാനും വർമ്മസാറും കൂടി ഇന്ന് ഒത്തിരി നാളിന് ശേഷം ഹൃദയം തുറന്ന് സംസാരിച്ചു. എന്താ രാജു സംസാരിച്ച്? അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ എന്റെ മകളോട്. പക്ഷേ എനിക്കെന്നും അവൾ എന്റെ ജീവനായിരുന്നു. എന്റെ ഹൃദയാർത്ഥാണ് നിനക്ക് ഞാൻ അവളെ തന്നിരിക്കുന്നത്. നീ അവളെ വെറുക്കുകയോ മറക്കുകയോ ചെയ്യരുത്. അതെനിക്ക് സഹിക്കില്ല. ഇത്രയും മാത്രമേ സംസാരിച്ചുള്ളൂ? അതെ. എന്താ? ഒരു താലി കെട്ടിയെന്നല്ലാതെ നമ്മൾ തമ്മിലൊരു മാരേജ് ലൈഫ് ഇല്ല എന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു പ്രതീക്ഷയുമില്ല നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് മാഡം എന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല രാജു. എന്നാ കിടക്കാം. ദാ ഇത്രയും നല്ലവളായ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് തുലയ്ക്കണമെന്നാ എന്റെ ആലോചന. ഋതിക മാഡത്തെ എനിക്ക് ജീവനാ. പക്ഷേ അകലേ നോവിനാലേ